വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടി കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്താണ് ആ പാവപ്പെട്ട മനുഷ്യന്റെ കഞ്ഞി കാട്ടിയിടാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ? നിങ്ങൾ വലിയ വൈറത്താരമാണല്ലോ, നിങ്ങൾ വലിയ യൂട്യൂബർ ആണല്ലോ. ഇന്ന വഴിയെ പോണം ചേട്ടാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വായിലെ പല്ല് പൊഴിഞ്ഞു പോവോ? അല്ലെ, അതൊന്നും ആരും മറക്കാനുള്ള സമയം പോലും ആയിട്ടില്ല. അപ്പൊ തന്നെ അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്നത് ഷിംജിത ഒരാളെ കൊന്നു ഓർക്കുന്നുണ്ടോ? ബസ്സിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരാള് ആത്മഹത്യ ചെയ്തോ, മനം നൊന്ന് ആത്മഹത്യ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഈ ഫസ്മിന എന്ന യൂട്യൂബറെ നിങ്ങൾ എല്ലാവരും അറിയുന്നതായിരിക്കും. ഈ ഫസ്മിന ഈയിടെ ഒരു പാവം ഓട്ടോക്കാരന്റെ കഞ്ഞിയിൽ പാറ്റയിട്ടു. അതിന്റെ കാരണം പാവപ്പെട്ട ഒരു ഓട്ടോക്കാരന്റെ ഓട്ടോയിൽ യാത്ര ചെയ്യാനായിട്ട് ഈ ഫസ്മിന ചെല്ലുന്നു. ഫസ്മിന ഓട്ടോക്കാരനോട് പറയുന്നു സ്റ്റുഡിയോയിൽ പോണം എന്ന് പറയുന്നു. ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോ ഈ ഓട്ടോക്കാരൻ സ്റ്റുഡിയോ ആണെന്ന് ധരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്, അത് എതിലെയാണ് പോകുന്നത് എന്നുള്ള വഴി ചോദിച്ചു ഈ സസ്മിതയോട്. അപ്പോൾ ഇവള് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വഴി അറിയില്ലേ? മദ്യപിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്നുള്ള രീതിയിലുള്ള ഷൗട്ട് ചെയ്ത് ഈ സ്ത്രീയെ അദ്ദേഹത്തോട്, അതായത് ഇവള് വലിയൊരു ആളുകൾ ചെന്നത് ഒന്ന് ആളാകാനായിട്ട്, ഒന്ന് ഷൈൻ ചെയ്യാനായിട്ട്, ഒന്ന് റീച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവിടെ നടന്നതെന്നുള്ള വിവരം നമുക്കൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇദ്ദേഹത്തിനാണെങ്കിലും മൊബൈലിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതായത് ഈ സ്റ്റുഡിയോയും തമ്മിലുള്ള വ്യത്യാസം പോലും ഇദ്ദേഹത്തിന് അറിയത്തില്ലാത്ത ഒരു പാവം മനുഷ്യൻ. അപ്പം ഇദ്ദേഹത്തിന്റെ ഓട്ടോ, അപ്പൊ ഈ യാത്രക്കാരി ഈ വൈറത്താരം എന്ത് ചെയ്യുന്നു ചോദിച്ചാല്, ഇയാളുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾ മദ്യപിച്ചു അല്ലേ, നിങ്ങൾ മദ്യപിച്ചിട്ടാണോ ഓട്ടോ ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗുകളൊക്കെ ഇറക്കിയിട്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് അതായത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചു. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്, അതായത് ഈ മദ്യപിച്ച് ലെക്ക് കെട്ട് വണ്ടി ഓടിക്കുന്ന ആളിന്റെ വണ്ടിയെ കയറാൻ യാത്രക്കാരും ചെല്ലത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഓട്ടം കിട്ടാതെയായി. അദ്ദേഹം വളരെ ദുഃഖിതനായിട്ട് കൂട്ടുകാരോട് വിവരം പറഞ്ഞപ്പോ കൂട്ടുകാരന്റെ സഹായത്തോടെയാണ് ഇയാൾ യഥാർത്ഥ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പുറം ലോകം ഇതിന്റെ വിവരങ്ങൾ അറിയുന്നത്. അപ്പൊ ഈ സ്ത്രീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത്, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്? CBI ആണോ നിങ്ങൾ അത്ര ചോദ്യം ചെയ്യാനായിട്ട്? മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നിയ നിങ്ങൾ എന്താണ് കാണിച്ചത്? എത്ര ക്രൂരതയാണ് നിങ്ങൾ കാണിച്ചത്? നിങ്ങൾക്ക് മൊബൈൽ കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കാനായിട്ട്, എന്താണ് ആ പാവപ്പെട്ട മനുഷ്യന്റെ കഞ്ഞി പാറ്റയിടാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ? നിങ്ങൾ വലിയ വൈറത്താരമാണല്ലോ, നിങ്ങൾ വലിയ യൂട്യൂബർ ആണല്ലോ. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി, അല്ലാതെ പാവപ്പെട്ട മനുഷ്യന്റെ മേലെ കുതിര കയറാൻ പോകരുത്. നിങ്ങൾ നാണമില്ലേ സ്ത്രീയെ? നിങ്ങൾക്ക് ഒട്ടും വിവരമില്ല. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വിവരമില്ലാതെ, ഇത്രയും സംസ്കാരമില്ലാതെയും എന്താണ് ഇത്രയും ഒരു അതപ്പതിച്ച തരം താണ പരിപാടി കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ യൂട്യൂബർ ആണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങളുടെ വീട്ടിലെടുത്താൽ മതി. കൂടുതൽ അഹങ്കാരം കൂട്ടിക്കൊണ്ട് വന്നാണ്ടല്ലോ ആരും ആ ഓട്ടോക്കാരൻ പാവമായി പോയി, അല്ലെങ്കിൽ വിവരം പറഞ്ഞേനെ. ഓട്ടോക്കാർ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അവിടെ, അല്ലെ? അദ്ദേഹം ഒരു പാവം മനുഷ്യൻ, അദ്ദേഹത്തിന് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം ഒരു കാര്യം എതിരെയാണ് പോകുന്നത് ചോദിച്ചാൽ നിലത്ത് നിന്ന് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതി, ഇന്ന വഴിയെ പോണം ചേട്ടാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വായിലെ പല്ല് പൊഴിഞ്ഞു പോവോ? ചേട്ടാ അത് ഇതിലെയാണ് പോകേണ്ടത് ചേട്ടാ, ഇന്നടത്താണ് എനിക്ക് പോകേണ്ടത്, ഇന്ന സ്ഥലത്ത് വരെയാണ് എനിക്ക് പോകേണ്ടത് ചേട്ടാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, നിങ്ങളെ പോലെ തന്നെ. നിങ്ങളൊരു മനുഷ്യസ്ത്രീയല്ലേ, അതുപോലെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അല്ലാതെ അദ്ദേഹത്തിനോട് മിണ്ടാൻ പാടില്ലാത്തതൊന്നുമില്ല, മദ്യപിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം മദ്യപിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കാര്യം. നിങ്ങൾ CBI ഒന്നുമില്ല, നിങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാനും അദ്ദേഹത്തെ വലിച്ചു കീറാനും ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നാണമില്ലേ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനായിട്ട്? സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണോ വേണ്ടുന്നത്? ഇനി മദ്യപിച്ചിട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പറയേണ്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്, നീതി നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്, നിയമം എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരവിടെയുണ്ട്. അവരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. കേസെടുക്കാനും ആക്ഷൻ എടുക്കാനും ഒക്കെ നിയമപാലകരുണ്ട് അവിടെ. അല്ലാതെ നിങ്ങളല്ല അവിടെ നിയമം കയ്യിലെടുക്കേണ്ടത്. നിങ്ങൾക്ക് നാണമില്ലോ? നിങ്ങൾ പൊതുജനങ്ങളുടെ മധ്യത്തിൽ മാപ്പ് പറയണം. നിങ്ങൾ ആ പാവപ്പെട്ട ആളുടെ ജോലി നിർത്തിയതിന്. ഇതുപോലെ കുറെ താരങ്ങളും ഇതിനു മുമ്പും പലരുടെയും ജോലി കളഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭവിഷ്യത്തുകള് എല്ലാവരും തന്നെ, അതെന്താണെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെങ്കിൽ
അതിന്റെയൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് കൂടുതൽ ഷോ ഇറക്കരുത്, കൂടുതൽ റീച്ച് ഉണ്ടാക്കി ജീവിക്കാൻ നോക്കരുത്. പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് റീച്ച് ഉണ്ടാക്കി നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾക്ക് ഇതൊന്ന് ഷൈൻ ചെയ്യണം, അത്രല്ലേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിലൊന്ന് ഇൻസ്റ്റഗ്രാമിലൊന്ന് പങ്കുവെച്ച് വലിയ താരമാകണം. ഇപ്പൊ താരമായിട്ടുണ്ട് ഒരുവിധം കേട്ടോ, ഒരുവിധം താരമായി നിൽക്കുകയാണ് നിങ്ങൾ. ബാക്കിയും കൂടി ഇപ്പൊ ഉടൻ തന്നെ പൂർത്തിയായിക്കോളൂ. നിങ്ങളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും. ഇതിന് തക്കതായ നിയമം ഉദ്യോഗസ്ഥന്മാര് കേസെടുക്കണം. അതായത് ഈ സ്ത്രീയെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇപ്പൊ 1-2 പ്രശ്നമല്ല, ഇതിനു മുമ്പ് ഷിംജിതയുടെ കാര്യം ആരും മറന്നിട്ടുണ്ടാവില്ല. അതാണ്. അപ്പൊ സ്ഥിരം പല്ലവിയാണ് സ്ത്രീകളുടെ, അല്ലെ? അതൊന്നും അത്ര ശരിയായ ഒരു നടപടിയല്ല. എല്ലാ മനുഷ്യർക്കും ഇവിടെ ജീവിക്കണം, പാവപ്പെട്ടവർക്കും ജീവിക്കണം. അദ്ദേഹം മാന്യമായി വാഹനം ഓടിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മദ്യപിക്കുന്ന ആളല്ല, ഞാൻ മദ്യപിക്കാറില്ല. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ഈ സ്ത്രീയോട്, ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഈ ഓട്ടോയും 1 ലക്ഷം രൂപയും കൊടുക്കാമെന്ന് അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് തന്നെ എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. അദ്ദേഹം സുഹൃത്തിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്, മറ്റുള്ളവരോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ മൊബൈലിലോ അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പങ്കുവെക്കാനോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ഒരു പാവം ഒരു മനുഷ്യനാണ്. എന്തിനാണ് ഇങ്ങനെ ഇത്രയും ക്രൂരത കാണിക്കുന്നത്? ആ പാവം ആ ചേട്ടനോട് എന്തിനാണ് നിങ്ങൾ ഇത്രയും ക്രൂരത കാണിക്കുന്നത്? നിങ്ങൾ താരമാണോ? നിങ്ങൾ എന്ത് താരം? ആർക്കും മനസ്സിലാകുന്നില്ല. ഒരു താരോ അല്ല, ആരെയും അത്ര നിങ്ങളെക്കാളും താഴ്ന്ന ആളല്ല അദ്ദേഹം. അത് ആദ്യം മനസ്സിലാക്കി. നിങ്ങൾ ആരൊക്കെയോ ആണെന്നൊരു ചിന്തയോട് കൂടിയാണ് നിങ്ങളിപ്പോ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിച്ചത്, അല്ലേ? അദ്ദേഹത്തിനേക്കാളും മുൻപന്തി നിൽക്കുന്നു എന്നൊരു ബോധം ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ അദ്ദേഹത്തിന് പാവം ഒരു മനുഷ്യന്റെ ഫോട്ടോ എടുത്ത് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ തലക്കെട്ടോട് കൂടി ഇട്ടിരിക്കുകയാണ്, പ്രചരിപ്പിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുകയാണ്, പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. വലിയ കാര്യമായിപ്പോയി, ഭയങ്കര കാര്യമായിപ്പോയി. ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഷെയ്ക്കാൻഡാണ് തരേണ്ടത്. ഇപ്പൊ നിങ്ങൾക്കൊരു അവാർഡ്, ഓസ്കാർ അവാർഡ് മിക്കവാറും കിട്ടും. നിങ്ങൾക്ക് നിങ്ങൾ അത്രയ്ക്ക് നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ കുറെ പേര് ഷൈൻ ചെയ്തായിരുന്നു, റീച്ച് ഉണ്ടാക്കാനായിട്ട് ഷൈൻ ചെയ്തിരുന്നു. 1-2 വനിതകള്, അല്ലെ? അതൊന്നും ആരും മറക്കാനുള്ള സമയം പോലും ആയിട്ടില്ല. അപ്പൊ തന്നെ അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്നത് ഷിംജിത ഒരാളെ കൊന്നു ഓർക്കുന്നുണ്ടോ? ബസ്സിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരാള് ആത്മഹത്യ ചെയ്ത, മനം നൊന്ന് ആത്മഹത്യ ചെയ്ത് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് കൈവിലങ്ങുമായിട്ട് നടന്ന് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് തല കുമ്പിട്ട് ജനങ്ങളുടെ ഇടയിൽ കൂടെ പോയത് മനുഷ്യൻ കൂക്കി വിളിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ? നീ എന്താണ് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന് ജോലി കളയാ, അല്ലെ? ജോലി കളച്ചിലാണല്ലോ ഇപ്പൊ കുറെ ആൾക്കാരുടെ, സ്ത്രീകളുടെ തൊഴിൽ കളച്ചില്. അപ്പൊ ഈ തൊഴിലങ്ങ് കളഞ്ഞേക്കാം, ഇദ്ദേഹത്തിന്റെ മുമ്പിലാകുമ്പം അങ്ങ് നടക്കും എന്നൊക്കെയുള്ള ഒരു വ്യാജ മോഹങ്ങളുണ്ടല്ലോ. അതങ്ങ് വീട്ടിൽ കൊണ്ട് ചെലവാക്കിയാൽ മതി. വീട്ടിലുള്ളവരുടെ അടുത്ത് വേണം അത് ചെലവാക്കാൻ. ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സമൂഹത്തിന്റെ മുന്നിലേക്ക്. ഇവിടെ കൊണ്ടൊന്നും തീരുന്ന പ്രശ്നമല്ല ഇത്. അതായത് ഇനിയും പാവപ്പെട്ട ചേട്ടന്മാർക്ക് ഓട്ടോ ഓടിക്കണം, ജീവിക്കണം. മനസ്സിലായില്ലേ? കള്ളു കുടിച്ചോന്ന് ചോദിക്കാൻ നിന്നെ ആരും ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെ ചോദ്യം ചെയ്ത് ടാക്സ് എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. നീ അല്ല നിയമം നടപ്പിലാക്കുന്നത്. മനസ്സിലായില്ലേ?